ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എല്ലാ വീട്ടിലും കാറുണ്ട്, ഒന്നിൽ കൂടുതൽ കാറുണ്ട്. പക്ഷേ ഒരു കാർ പോലും ഇല്ലാത്ത വീടില്ല. അപ്പോൾ നമ്മൾ മിക്കുള്ളവരും ഒന്ന് എ സി ഇട്ട് ഓടിക്കും, ഒന്ന് എ സി ഇടാതെ ഓടിക്കും. ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിൽ നല്ല പൊടിയാണ്. വണ്ടി എ സി ഗ്ലാസ് തുറന്നിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ പുറത്തെ പൊടി എല്ലാം അടിച്ച് അകത്ത് കയറും. കാരണം ഇന്നത്തെ പെട്രോളിൻ്റെ വില അനുസരിച്ച് എല്ലാവരും എ സി ഇട്ട് ഓടണമെന്നില്ല. എന്നെപ്പോലുള്ള പാവപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ സാധാരണക്കാരുടെ ആൾക്കാർ എ സി ഇടാതായിരിക്കും കൂടുതൽ ഓടുന്നത്. പോരാത്തിന് ചെറിയൊരു വണ്ടിയൊക്കെ മാരുതി പോലുള്ള ചെറിയ വണ്ടിയൊക്കെ ആണെങ്കിൽ ഗ്ലാസ് തുറന്നിട്ടായിരിക്കും ഓടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇട്ടതിൻ്റെ ഫലമായിട്ട് കാറിൻ്റെ അകത്ത് മൊത്തം പൊടിയായി. ഡാഷ്ബോർഡ് മൊത്തം പൊടി, എങ്ങോട്ട് കാണാൻ സാധിക്കും, മൊത്തം പൊടി കയറിയിരിക്കുകയാണ്. കാരണം എ സി ഇട്ട് ഓടിക്കണമെങ്കിൽ അത്രയ്ക്കുള്ള മൈലേജുള്ള വണ്ടിയായിരിക്കണം. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ഇത് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് ഫ്ലിപ്കാർട്ട് വഴി ഒരു പ്രോഡക്റ്റ് കണ്ടത്. അങ്ങനെ ആ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തു. സാധനം വന്നിട്ടുണ്ട്, മോട്ടോമാക്സിൻ്റെ കാർ പോളിഷ്. അപ്പോൾ ഇത് വെച്ച് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് പറയാം. ഇത് വെച്ച് ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ഡാഷ്ബോർഡിൽ ഒരു തുണി വെച്ച് ഇങ്ങനെ ക്ലീൻ ചെയ്ത് മാറ്റുക. അത്യാവശ്യം പൊടിയൊക്കെ നല്ലപോലെ തുടച്ച് മാറ്റിയതിന് ശേഷം മാത്രമാണ് ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് നമ്മൾ പോളിഷ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ലിക്വിഡിന് പ്രത്യേകിച്ച് സ്മെല്ലോ കാര്യങ്ങളോ ഇല്ല. നോർമൽ ഒരു വെളിച്ചെണ്ണ അല്ലെങ്കിൽ കുക്കിംഗ് ഓയിലിൻ്റെ അതേ ക്വാളിറ്റിയാണ് ഈ ഒരു ഓയിലിന് വരുന്നത്. അതുകൊണ്ട് വലിയ സ്മെല്ലോ കാര്യങ്ങളൊന്നുമില്ല. അതിപ്പം ഇത് തേച്ചതിന് ശേഷം എ സി ഇട്ട് ഓടിയാലും ഈ പറഞ്ഞ പോലെ ലിക്വിഡിൻ്റെ ഒരു ബാഡ് സ്മെല്ല് നമുക്ക് വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഡാഷ്ബോർഡ് ജസ്റ്റ് തുണി വെച്ചൊന്ന് ക്ലീൻ ചെയ്യുക. അതിനുശേഷം മാത്രമാണ് ഈ ഒരു ലിക്വിഡ് ഒഴിച്ചതിന് ശേഷം പോളിഷ് ചെയ്യേണ്ടത്. അങ്ങനെ ഏറെക്കുറെ സ്റ്റിയറിങ്ങും എ സി വിൻഡും എല്ലാം ഒന്ന് ജസ്റ്റ് തുടച്ച് വൃത്തിയാക്കി അതിനുശേഷം നമുക്കൊന്ന് തേച്ച് നോക്കാം വൃത്തിയാവുന്നുണ്ടോ ഇല്ലയോ എന്ന്. ആദ്യം ഒരു പരീക്ഷണമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ ലിക്വിഡ് എവിടെയെങ്കിലും ജസ്റ്റ് ഡ്രോപ്പായിട്ട് ഒഴിക്കുക. അപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പാത്രത്തിൽ ഒഴിച്ചാലും മതി, ഇപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒഴിച്ചാലും മതി. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒഴിച്ചാലും മതി. അതിനുശേഷം നിങ്ങൾ ക്ലീൻ ചെയ്യേണ്ട ഭാഗത്ത് ജസ്റ്റ് ഇങ്ങനെ ഡ്രോപ്പായിട്ട് ഒഴിക്കുക. അതിനുശേഷം അവർ തന്നെ ഡെലിവറി ചെയ്ത സാധനത്തിൻ്റെ കൂടെ കിട്ടിയ ഈ ഒരു സ്പോഞ്ചിൻ്റെ ഒരു സാധനം വെച്ച് ജസ്റ്റ് നിങ്ങൾക്ക് പോളിഷ് ചെയ്യാം. വേറെ തുണിയോ ഒന്നും ആവശ്യമില്ല, ഇത് വെച്ച് ചെയ്യാവുന്നതാണ്. കാരണം ഒരുപാട് വിസ്കോസിറ്റി ഇല്ല ഈ ഒരു ലിക്വിഡിന്. അത്യാവശ്യം ഒരു സാധാരണ വെളിച്ചെണ്ണയുടെ അത്ര മാത്രമേ ഉള്ളൂ. സോ ഇത് വെച്ച് ജസ്റ്റ് അങ്ങ് തുടച്ചാൽ മാത്രം മതി. നമ്മൾ ഓൾറെഡി പൊടിയൊക്കെ തുടച്ച് കളഞ്ഞു. ഇനിയിപ്പോൾ ജസ്റ്റ് പോളിഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ഇങ്ങനെ തേച്ച് തടവിയെടുക്കുക. എവിടേക്കാണോ ഈ നിറം അല്ലെങ്കിൽ മങ്ങിയിരിക്കുന്നത് അവിടെയൊക്കെ ജസ്റ്റ് തേച്ച് പിടിപ്പിക്കുക. ഇത് 100 ml ആണ്. ബട്ട് എനിക്ക് തോന്നുന്നു ഈ ഡാഷ്ബോർഡ് ക്ലീൻ ചെയ്യാൻ പറ്റിയ എല്ലാ ഇത്രയും നമുക്ക് ഇതിലൂടെ കിട്ടും തോന്നുന്നു. ചെറിയൊരു ഓയിലിൻ്റെ ഒരു ടച്ചുണ്ട് ഇതിൻ്റെ വിസ്കോസിറ്റി. എന്നിരുന്നാലും ഇനിയിപ്പം കുറച്ച് ദിവസം ഇത് ഡ്രൈ ആവാതെ എ സി ഇട്ട് അല്ലെങ്കിൽ വിൻഡോ തുറന്നിട്ട് ഓടാൻ പറ്റില്ല. കാര്യം ഇതൊരു ഓയിൽ ടൈപ്പാണ്. ഇത്രയും അഴുക്ക് പറ്റിയിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് ഇവിടുന്ന് കുറേശ്ശെ എടുത്ത് ക്ലീൻ ചെയ്താൽ മതി.
നമ്മൾ ഡാഷ്ബോർഡ് ക്ലീനാണെങ്കിലും ഈ ക്വാളിറ്റി വരുന്ന എല്ലാ മെറ്റീരിയലും നമുക്കിങ്ങനെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കാൻ പറ്റും. ഹലോ, നമ്മുടെ ക്ലീനിങ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു ലിക്വിഡ് വെച്ച് നമ്മൾ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംഭവം അമേസിംഗ് ആണ്. അമേസിംഗ് എന്ന് പറഞ്ഞാൽ അമേസിങ്. 133 രൂപ വെച്ച് നമ്മുടെ ഡാഷ്ബോർഡ് ഇത്ര ക്ലീനായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കൽ പോലും കരുതിയില്ല. അപ്പോൾ പൈസയുടെ അല്ല നമ്മൾ നോക്കുന്നത്, നല്ല പ്രോഡക്റ്റ്, നല്ല ക്വാളിറ്റി, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റ് വെച്ച് നമ്മുടെ ഡാഷ്ബോർഡും ആ ഡാഷ്ബോർഡിലെ എല്ലാ മെറ്റീരിയലും അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ഈ പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. അത് മാത്രമല്ല, ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് അറിയാത്തവർക്ക് കൂടി ഒരു ഉപകാരമായിക്കോട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.